ഗൈസിലായിരിക്കും നിജ റസ്റ്റത്തിൻ്റെ പുതിയൊരു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റാണ്. വീഡിയോക്ക് പോകണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി കുറച്ച് മൈനയാണ് ഗൈസ്. ഇന്ന് മൈനയൊന്ന് പോകണം. നമുക്ക് ആദ്യം പോയി ഈ മൈൻക്രാഫ്റ്റിൻ്റെ മെയിനായിട്ടുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യും ഗൈസ്. അതിൽ വുഡ് വേണം നമുക്ക്. ഗൈസ് അപ്പം നമ്മൾ വുഡ് മൈൻ ചെയ്യാണ്. ഒരെണ്ണം കിട്ടി ഗൈസ് മൈൻ ചെയ്തിട്ട്. രണ്ടാമത്തെയും കിട്ടി ഗൈസ്. 3, 2, 1 3, 2 അയ്യോ 3, 2, 1 സ്റ്റാർട്ട്. ഒന്നുകൂടി ഗൈസ്. 3, 2, 1 ഗൈസ് രണ്ടാമത്തെ വുഡും കിട്ടി. തീർച്ചയായിട്ടും ഞാൻ ഈ വുഡ് കളക്ട് ചെയ്യും ഗൈസ്. മൂന്നാമത്തെയും കിട്ടി. ആബ്ലും ആബ്ലും ഗൈസ്. നാലാമത്തെയും കിട്ടി. ആബ്ലും അഞ്ചാമത്തെയും കിട്ടി ഗൈസ്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ. 4 വുഡ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ഇതെടുത്ത് സ്റ്റിക്ക്, പിന്നെ ഗൈസ് എത്ര മതി. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു സോഡ് ഇരിക്കട്ടെ, വുഡൻ സോഡ്, ഒരു ഒരു ആക്സ്, ഇത്തിരി കൂടി നമുക്ക് സാധനങ്ങളാണ് ഗൈസ്. പിന്നെ ഒരു സ്റ്റിക്ക് കൂടി ഇരിക്കട്ടെ, ഒരു പിക്കാക്സും കൂടി വേണം ഗൈസ്. ഇത്ര മതി തൽക്കാലം നമുക്ക്. ഇനി ഗൈസ് നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാം. തിരിച്ചാൽ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിൽ വയ്ക്കാം. ഗൈസ് ഇനി നമുക്ക് വല്ല മോബ്സിനെ കാണുകയാണെങ്കിൽ അടിച്ചു കൊല്ലാം. നമുക്ക് ഫുഡിന് നല്ല ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് വല്ല മോബ്സിനെ കാണുകയാണെങ്കിൽ നമുക്ക് അടിച്ച്, നമ്മുടെ കയ്യിൽ സോഡുണ്ടല്ലോ ഗൈസ് കിട്ടി നമുക്ക്. എവിടെ പോയി പന്നി? ഹേ പാനി. അപ്പോൾ ഗൈസ് നമ്മൾ പനീനെ നിന്ന് അലിക്കൊന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേറെ വല്ല മോബ്സ്, സംതിങ്, ഫിഷിങ്, ഹിന്ദി, മൈൻക്രാഫ്റ്റ്, ഇവിടെ എവിടെയെങ്കിലും മോബ്സ് ഉണ്ടോ? നമ്മുടെ എന്തൊക്കെ തന്നെ തൂവല് എന്തേനാട്ടെ ഗൈസ്. അപ്പം നമ്മൾ നടന്ന് ഇവിടെ എത്തി. അവിടെ ഒരു കുഴി. അവിടെ ഗൈസ് ഒരു കോഴിയുണ്ട്. കോഴി ഇതാ പിടിച്ച സവാള അവിടെ ഗൈസ്. ഞാൻ ഗൈസ് കോഴിക്ക് പരിപ്പോടിയും ചായയും വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അവിടെ ഒരു ബ്ലാക്ക് ഷീപ്പ് കാണുന്നുണ്ട് ഗൈസ്. അതൊരു മോബാണ്, നൈസ് മോബ്. നമുക്ക് എന്തായാലും ഈ ബ്ലാക്ക് ഷീപ്പിനെ അങ്ങോട്ട് തട്ടാം ഗൈസ്. എനിക്ക് അതിൻ്റെ ഇറച്ചി കിട്ടിയാൽ മതി, തൂല് വേണ്ട. തൂലുകൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉപയോഗം തമ്പുരാനറിയാം ഗൈസ്. ഇപ്പം നമുക്ക് കിൽസം നമ്മ അപ്പം ഈ ഷീപ്പിനെ കൊന്നിട്ടുണ്ട്. അതൊരു മൈന ഗൈസ്. നമുക്ക് ഈ ബ്ലാക്ക് കളറ് തൂവല് വേണ്ട, വൂള് വേണ്ട, ബ്രൗൺ വൂള്. ബ്ലാക്ക് അല്ല കേട്ടോ, അത് ബ്രൗൺ ആയിരുന്നു ഗൈസ്. എനിക്കിഷ്ടമുള്ളത് വൈറ്റാണ്, അങ്ങനെയൊന്നും പറയാം ഗൈസ്. അപ്പോൾ അവിടെ വൈറ്റ് ഷീപ്പ് നിൽക്കുന്നുണ്ട്. നമുക്ക് അതിനെ പോയി അടിച്ച് അങ്ങോട്ട് കൈ കൊണ്ട് അടിച്ചു പോയില്ല ഗൈസ്. 3, 2, 1 തല്ലി കൊന്നിട്ടുണ്ട് ഗൈസ്. ആർമാദിപ്പിൻ സ്റ്റിക്ക് ഉണ്ട്. പിന്നെ എല്ലാം ഓബിസിനും കിട്ടുകയാണെങ്കിൽ നമുക്ക് അടിച്ച് കൊല്ലാം ഗൈസ്. നമ്മൾ കയ്യിൽ സോഡിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഗൈസ് അതില്ലേ ഇന്നെങ്കിലും എത്തുമോ? എന്താ അവിടെ ഈ സാധനവും കയറുള്ള കുന്തം ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ എത്തി ഗൈസ്. അറ്റത്ത് ഞാൻ എന്തിട്ടാ കാണുന്നത്? ഒരു മരമല്ലേ അത്? നമുക്ക് സോഡ് എടുത്തുകൊണ്ട് പോവാം. സോഡ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. എന്തായാലും നമുക്ക് സോഡ് എടുക്കാം. നമുക്ക് ഇതേ കണ്ടോ ഗൈസ്, ഞാൻ ഇതാ കണ്ടോ അതോറ്റത്തു. അവിടെയാണ് ഗൈസ് നമുക്ക് ഇപ്പോൾ പോകേണ്ട.
വെള്ളത്തിൽ ചാടി വല്ലതും പറ്റുമോ? ഹൈ നല്ല സുഖം. തണക്കണേ ഗൈസ്, എനിക്ക് തണുക്കണ്. കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ അതിൻ്റെ അടുത്തോട്ട് പോകാം ഗൈസ്. ഗൈസ് നമ്മുടെ അവിടെ അപ്പം നമ്മുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ വുഡ് കളക്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇലകളൊക്കെ നമ്മൾ വെട്ടി മാറ്റുകയാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ വുഡ്സൊക്കെയും കളക്ട് ചെയ്യാം ഗൈസ്. എന്താ വെട്ടിയിട്ട് വരാത്തേ? അപ്പോൾ ഗൈസ് ഈ വുഡൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം ഗൈസ്. എന്നിട്ടേ ഗൈസ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ഉള്ളിൽ കുറച്ച് റെസിപ്പി ഉണ്ടാവില്ലേ, അത് നമുക്കൊന്ന് നോക്കാം ഗൈസ്. പ്ലാങ്ക്സ് ഗൈസ് അപ്പോൾ നമുക്ക് വുഡ് പ്ലാങ്ക്സ് ഉണ്ട്. ഇതെന്തിട്ടാ? വുഡൻ പ്രസ് പ്ലേറ്റാ, സ്റ്റിക്ക് ഉണ്ട്. വുഡൻ പിക്കാക്സ് അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. ഇതൊക്കെ എന്തിനാ? ഫ്രഞ്ച് ഗൈസ് ഇവിടെ കുറേ ഉണ്ട്. ഈ അയൻ്റെ ഇതൊക്കെയുള്ള സ്റ്റോൺ പിക്കാക്സ് ഗൈസ് ഇവിടെ സ്റ്റോൺ പിക്കാക്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ റെസിപ്പി. അപ്പോൾ എനിക്ക് നമുക്ക് അടുത്തത് മൈൻഡ് ചെയ്യാനുള്ളത് സ്റ്റോൺ പിക്കാക്സ് ആണ്. നമ്മൾ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഗൈസ്. ടൺട്രാൻ എൻ്റെ ബുദ്ധി ഇവിടെ തന്നെ കുഴിച്ചാൽ മതി ഗൈസ്. എന്താ അതെ 3, 2, 1 ബ്ലൂം. ഗൈസ് നമ്മൾ നിലത്തോട്ട് കുഴിച്ച് പോവുകയാണ് ഗൈസ്. ഗൈസ് ഇവിടത്തെ മറ്റേ സ്റ്റോണുണ്ട്. എന്നൊക്കെ ഉണ്ട് വയ്യ ഗൈസ്. ഇവിടെ സ്റ്റോണൊക്കെ ഉണ്ട്. നമുക്കിനി ഈ സ്റ്റോൺ കൊണ്ട് വല്ല ഉപകാരം സ്റ്റോൺ കൊണ്ട് സ്റ്റോൺ ആക്സ് ഒക്കെ ഉണ്ടാക്കാമല്ലോ ഗൈസ്. അയ്യോ മേളിലോട്ട് കയറാൻ ഇനി എങ്ങനെ പറ്റാ? സ്റ്റോണിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. സ്റ്റോണൊന്നും ഞാൻ ഉപയോഗിക്കില്ല, നമുക്ക് ആവശ്യമുള്ളതാണ് ഗൈസ്. നമുക്ക് ഇവിടുത്തെ സ്റ്റോണുകൾ എടുക്കണം, എന്നിട്ട് മേളിലേക്ക് പോകാം ഗൈസ്. മേളിലോട്ട് പോകണം ഗൈസ്. നമുക്കിപ്പോൾ നല്ല അത്യാവശ്യമാണ്. ഗൈസ് നമുക്ക് എന്താ കയ്യിൽ വൂള്. ഈ വൂളെടുത്ത് ഇവിടെയല്ലല്ലോ വെക്കണ്ടേ. 3, 2, 1 ഗൈസ് അപ്പോൾ നമ്മൾ വൂള് വെച്ചിട്ടുണ്ട്. ഗൈസ് നമ്മുടെ കയ്യിലിപ്പോൾ ടോട്ടൽ 16 ഈ സ്റ്റോൺസ് ഉണ്ട്. നമുക്ക് ഈ പ്ലാങ്ക്സ് വെച്ച് മെളുകി ഇറങ്ങാം ഗൈസ്. പക്ഷേ ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതേ ഗൈസ് ഈ ഡേർത്താണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. മൈൻക്രാഫ്റ്റിലെ ഏറ്റവും വലിയ ശത്രു ഡേർത്താണ് ഗൈസ്. ഡേർത്ത് കൊണ്ട് ഒരു ഉപകാരമില്ല, നീ വെറുതെ സാധനം. നമുക്കിനി മെളുക്കി കയറാം ഈ പ്ലാങ്ക്സ് വെച്ചിട്ട്. ചാടാൻ പറ്റുള്ളല്ലോ. പക്ഷേ ഈ കണ്ട ഡേർത്താണ് ഗൈസ് ഏറ്റവും ഇഷ്ടം. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഡേർത്തല്ല കേട്ടാ, ഇത് മറ്റേ ചെളി ആ സാധനം. ഇതാണ് ഗൈസ് നമ്മൾ ഈ സാധനം. എൻ്റെ പൊന്നെ ഇത് കണ്ടേ. നമുക്ക് മേളിക്കൊന്ന് കയറാം ഗൈസ്. എൻ്റെ പൊന്നെ ഗൈസ് 11 ഇതുണ്ട്, കുഴപ്പമില്ല. 11 എണ്ണല്ലേ, അല്ല 12 എണ്ണം. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറാം ഗൈസ്. 15 ഡെത്തുണ്ട് ഗൈസ്. ചെളി മണലി. അയ്യോ വൈകുന്നേരം ഈ സോംബീസും മറ്റേ സ്കെൽട്ടനൊക്കെ വരും ഗൈസ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇറ്റ്സ് മീ നിഞ്ച റോക്ക് സ്റ്റാർസ്. അപ്പോൾ ഗൈസ് രണ്ടാം പാട്ടിന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ബൈ. വെയിറ്റ് ഫോർ പാർട്ട് 2. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.